അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് വെച്ച് കറി തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യാസത്തിൽ നല്ലൊരു ഗ്രീൻ പീസ് കറി. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് പ്രഷർ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്രീൻ പീസിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2-3 വിസിൽ കൊണ്ട് തന്നെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഞാനിപ്പോൾ 2 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നല്ല പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഇനി നമുക്കൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു തുടങ്ങി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 തക്കാളി ചേർത്തിട്ടുണ്ട്. സവാളിനേക്കാളും കൂടുതൽ നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. 2 സവാളയും 3 തക്കാളി. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ സമയം വെച്ച് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് വഴന്ന് ഇതിൻ്റെ എല്ലാവരും പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 4 കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി കാശ്മീരി ചില്ലി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ടും ചേർത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊന്നല്ല കേട്ടോ ചേർക്കുന്നത്, നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ കാശ്മീരി മുളകും കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് അങ്ങ് സോഫ്റ്റായി വരും. ഇപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഈ മസാല നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് കുറച്ച് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്നു തുടങ്ങിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള മസാല ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം.
ഗ്രീൻ പീസ് വേവിച്ചെടുത്തതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രീൻ പീസ് വേവിച്ചെടുത്തതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേറെ വെള്ളം ചേർത്താൽ മതി. ഇനി ഗ്രീൻ പീസ് ഇതിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഈ മല്ലിയിലയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ കസൂരി മേത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും മണമൊക്കെ ഈ കറിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മളിത് മൂടി വെക്കുന്നതിന് മുന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല കുറുകിയിരിക്കുന്നുണ്ട്. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.